പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനിന്നൊരു വീഡിയോ കണ്ടു. ഒരു പെൺകുട്ടിയെ തട്ടമിടിക്കുന്ന വീഡിയോ. തട്ടമിടുന്ന ആ കുട്ടി, അതായത് ആ തട്ടം ഇടുന്ന കുട്ടിയുടെ പൊട്ട് ഒഴിവാക്കുന്നു. അങ്ങനെ ഒരു വീഡിയോ ഉണ്ട്. ഞാൻ വീഡിയോ ഇവിടെ കാണിക്കുന്നില്ല, കാര്യം നിങ്ങൾ പലരും കണ്ട വീഡിയോ ആയതുകൊണ്ട് തന്നെ മനസ്സിലൊന്ന് കണ്ടാൽ മതി. അപ്പോൾ ഈ തട്ടം ഇടുന്ന കുട്ടി ഒരുപക്ഷെ ഹിന്ദു ആയിരിക്കാം, അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയിരിക്കാം. ഇവർ രണ്ടുപേരുമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളത്. അവർക്ക് പൊട്ട് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഈ ക്രിസ്ത്യൻ സമൂഹത്തിൽ ചിലരെങ്കിലും സീമന്ത രേഖയിൽ സിന്ദൂരം വിവാഹിതരാണെങ്കിൽ ഇടുന്നതും കണ്ടിട്ടുണ്ട്. ഇത് രണ്ടും കണ്ടിട്ടുണ്ട്. അത് ഹിന്ദുവിന്റെ ആ ഒരു വിശ്വാസ ആ ആചാരം എടുത്ത് ക്രിസ്ത്യാനി മോഷ്ടിച്ചതാണോ, അങ്ങനെയൊന്നും വിവാദങ്ങൾ ഉണ്ടായെന്ന് കണ്ടിട്ടില്ല. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഈ കുട്ടികൾ, അത് 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ കുട്ടികളാണ്. ആ പെൺകുട്ടികൾ ഒരു കൗതുകത്തിനായിരിക്കാം, അതായത് ആ മുസ്ലിം പെൺകുട്ടി മറ്റേ പെൺകുട്ടിക്ക് തട്ടം ഇട്ട് കൊടുക്കണം, തട്ടം ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും എന്ന് ആയിരിക്കാം. പിന്നെ മുസ്ലിം കുട്ടികൾ പൊട്ടിടാത്തത് കൊണ്ട് ഒരുപക്ഷെ ആ പൊട്ട് ഒഴിവാക്കിയതുമായിരിക്കാം. മുസ്ലിം പെൺകുട്ടികൾക്ക് പൊട്ടിടാൻ പാടില്ല എന്ന് വല്ലതും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്റെ അറിവിൽ അങ്ങനെ ഒന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതേക്കുറിച്ച് അറിയാവുന്ന പണ്ഡിതന്മാർ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമന്റ് എഴുതിയാൽ സന്തോഷം. എനിക്കറിയാത്തത് അറിയില്ല എന്ന് തന്നെ പറയണമല്ലോ. പൊട്ടിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അത് ഹിന്ദു കുട്ടികൾ അത് പൊട്ടിടുന്നത് കൊണ്ട് മുസ്ലിം ഇടണ്ട എന്ന് തീരുമാനിച്ചതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഈ കുട്ടി തട്ടമിട്ടു, രസമുണ്ട്, ഫോട്ടോയൊക്കെ എടുത്തു, അത് റീൽസ് എടുത്തു, മില്യൺ കണക്കിന് ആൾക്കാർ അത് കണ്ടു. സത്യത്തിൽ ആ കുട്ടികൾ ഒരു പക്ഷേ ഒരു തമാശയ്ക്ക് റീൽസ് എടുക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യത്തിനോ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് തട്ടമിടുമ്പോൾ എന്റെ മുഖം എങ്ങനെ ഉണ്ടാവും എന്നറിയാനോ ഒക്കെ എടുത്തതായിരിക്കാം. ഇന്നത്തെ സാഹചര്യത്തിൽ, കാരണം ഇന്ന് സഹിഷ്ണുത ഇല്ലാത്ത ഒരു സമൂഹമാണ്, മതവിശ്വാസ സഹിഷ്ണുത ഇല്ല, ഒരു തരത്തിലുമില്ല. എങ്ങനെ മറ്റുള്ളവരെ കരിവാരിത്തേക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വീഡിയോകൾ തമാശക്കെങ്കിലും അവർ എടുത്തു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇടാതിരിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അത്തരം പരിപാടിക്ക് നിൽക്കേണ്ട എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അതിന് പ്രധാനമായ ഒരു കാരണമുള്ളത്, കഴിഞ്ഞ ദിവസം സ്കൂളിൽ അവരുടെ യൂണിഫോം, പാന്റ്, ഷർട്ട്, കോട്ട്, പിന്നെ മുടി രണ്ടായി പിന്നിയിടുന്നത് അവർ തീരുമാനിച്ച ഒരു വേഷമാണത്. ആ മുടി രണ്ടായി പിന്നിയിടുക എന്നുള്ളത് കുറച്ച് കടന്നു കൈയാണ്. കാര്യം അത് യൂണിഫോമിൽ വരാൻ പാടില്ല, ശരിയല്ലാത്തൊരു കാര്യമാണ്. അത് വേറെ വിഷയം. ചെറിയ കുട്ടികളെ പോലെ അവർ ഡ്രസ് കോഡ് നോക്കിയാൽ മതി. ആ മുടി രണ്ടായി പിന്നിയിടുക എന്നുള്ളത് മുസ്ലിം കുട്ടികൾ അവിടെ വരണ്ട, പഠിക്കണ്ട എന്നത് ഉദ്ദേശിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഒരു മുസ്ലിം കുട്ടികൾ തട്ടമിടുമല്ലോ, അപ്പോൾ അത് അങ്ങനെ ഉദ്ദേശിച്ചായിരിക്കാം, അല്ലായിരിക്കാം. അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അവർ ക്രിസ്ത്യാനികളാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പശ്ചാത്തലത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഒരു യൂണിഫോം തീരുമാനിച്ചതാകാം. അവിടെ മറ്റു വിഭാഗക്കാർ വരില്ല എന്ന് ചിന്തിച്ചിട്ടാണോ എന്നും എനിക്ക് ഒന്നും അറിയില്ല. രണ്ടായാലും തട്ടമുള്ള കുട്ടിയുടെ തട്ടം അഴിപ്പിച്ചു അല്ലെങ്കിൽ അഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് വലിയ വിവാദമുണ്ടായത്. ആ സ്കൂളിൽ തട്ടം ഇല്ലാതെ പഠിക്കണമെന്ന് പറഞ്ഞു. വിശ്വാസത്തിന്റെ എന്താ പറയാ, അവരുടെ ആചാരത്തിന്റെ അഭിമാനത്തിന്റെ ചിഹ്നമായ ആ തട്ടം, അതായത് മഫ്ത, അതായത് ഹിജാബ്, അത് അഴിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈ 3-4 ലോക യുദ്ധം ഉണ്ടാകുമ്പോൾ ഒരു മുസ്ലിം പെൺകുട്ടി ഒരു ഹിന്ദു പെൺകുട്ടിയായി അഭിനയിക്കാൻ, റീൽസ് എടുക്കാൻ വേണ്ടി ആ തട്ടം ഒന്ന് അഴിച്ച് ഒരു പൊട്ടൊക്കെ ഇട്ട് ഒരു റീൽസ് എടുത്ത് ഇതുപോലെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുമോ? എന്റെ ചോദ്യമാണ്. ചെയ്യില്ല. അത് ചെയ്തു കഴിഞ്ഞാൽ അത് മുസ്ലിം വിഭാഗത്തിന് ഇഷ്ടപ്പെടുകയുമില്ല. അവർ പ്രതികരിക്കുകയും ചെയ്യും. ആ പെൺകുട്ടി രൂക്ഷമായി പ്രതികരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ ആ തരത്തിൽ കാണാൻ കഴിയാത്തത് കൊണ്ട് ഇമാതിരിയുള്ള വിക്രസുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. കളി ആകാം, പക്ഷെ ആ കളി അന്തം കെട്ട കളി ആകാതിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും മറ്റൊരു ചോദ്യമുണ്ട്. യുവജനോത്സവം നടക്കുന്ന സമയത്ത് അതിനകത്ത് ഒപ്പന മത്സരമുണ്ട്. ഒപ്പന ഒരു ഇസ്ലാമിക് കലാരൂപം എന്ന് പറയുന്നു. ഇസ്ലാമികമായിട്ട് ബന്ധമൊന്നുമില്ല എന്നുണ്ടെങ്കിലും അതിനകത്ത് ഉപയോഗിക്കുന്നത് മാപ്പിള പാട്ടുകളും മറ്റും ആയതുകൊണ്ട് ഇസ്ലാമിക കലാരൂപം എന്നാണ് അറിയപ്പെടുന്നത്. രണ്ടായാലും അതിൽ ഒപ്പന കളിക്കുന്നവരും അതിലെ മണവാട്ടി അടക്കമുള്ളവരും എല്ലാം തട്ടം ഉപയോഗിച്ചുകൊണ്ടാണ് കളിക്കുന്നത്. അവിടെ എനിക്ക് ചില സംശയങ്ങൾ ചോദിക്കാനുള്ളത്, ഈ തട്ടത്തെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും രണ്ടുപേർക്കും ഇതിന്റെ മറുപടി പറയാം. ഒരു ഒപ്പന നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ആ കുട്ടികൾ, അത് ഹിന്ദു കുട്ടികളായാലും ക്രിസ്ത്യൻ കുട്ടികളായാലും മുസ്ലിം കുട്ടികളായാലും ആ ഒരു വേഷത്തിൽ, ഒരു പഴയകാല മാപ്പിള പെണ്ണുങ്ങളുടെ വേഷമിട്ട് തട്ടമൊക്കെ ഇട്ട് വലിയ വട്ടയറഞ്ഞാണമൊക്കെ ഇട്ടുകൊണ്ട് അവർ പാട്ടുപാടി കളിക്കും. ആ പാട്ടുപാടി ഒപ്പന കളിക്കുന്ന സമയത്ത് ഒരു മുസ്ലിം ഛായയുള്ള വേഷമാണ് അവിടെ ഉള്ളത്. അവിടെ ഇല്ലാത്ത, ഒപ്പന കളിക്കാൻ വേണ്ടി അവിടെ തട്ടം ഇടുമ്പോൾ ഇല്ലാത്ത എന്ത് നോവാണ് ഇവിടെ ഈ കുട്ടികൾ ഇങ്ങനെ തട്ടമിട്ട് കളിച്ചപ്പോൾ ഉണ്ടായത്.
ഇങ്ങനെ തട്ടമിട്ട് വെറുതെ ഒന്ന് കാണിച്ച് റീൽസിന് വേണ്ടി ആ പെൺകുട്ടി തട്ടമിട്ടപ്പോൾ ഉണ്ടായത് എന്നൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. അതുപോലെ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ ഒപ്പന എന്ന ഈ കല നടക്കുന്ന സമയത്ത് അവർക്ക് ഈ മുസ്ലിം കുട്ടികൾക്ക് തട്ടമിട്ടുകൊണ്ട് വേദിയിൽ കളിക്കാമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ മറ്റു ചില കലാരൂപങ്ങളാണ് ഇവിടെ മോഹിനിയാട്ടമായാലും കുച്ചിപ്പിടിയായാലും ഭരതനാട്യമായാലും അതുപോലെ മറ്റെന്തായാലും അമ്മാതിരിയുള്ള ക്ലാസിക്കൽ നൃത്ത രൂപങ്ങൾ എന്തായാലും ഒപ്പനയ്ക്ക് തട്ടമിട്ടുകൊണ്ട് കളിക്കലാണ് അതിന്റെ രീതി എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കലാമത്സരങ്ങൾക്ക് അതല്ല അതിന്റെ രീതി. അതിന് ആ രീതിയാണ് മുടിയൊക്കെ മുല്ലപ്പൂവോ അല്ലെങ്കിൽ മറ്റ് ആഭരണങ്ങളോ ഒക്കെ വെച്ച് അലങ്കരിച്ചുകൊണ്ട് അതാണ് രീതി. അപ്പോൾ ആ രീതിയിൽ ഒരു വേഷം മുസ്ലിം പെൺകുട്ടി കളിക്കാൻ തയ്യാറാവുമോ എന്നാണ് ചോദിക്കുന്നത്. ഇല്ല. അങ്ങനെ കളിക്കാൻ തയ്യാറായവരെ ഒക്കെ ആക്ഷേപിച്ചിട്ടുണ്ട് ഈ സമൂഹം. ചുരുക്കം പറഞ്ഞാൽ രണ്ടുപേരും മോശക്കാരല്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇവിടെ ഒപ്പനയ്ക്ക് വേണ്ടി തട്ടമിടാൻ നിൽക്കുന്നത് പോലെ അപ്പുറത്ത് ഇതിനു വേണ്ടി തട്ടം അടിക്കാൻ തയ്യാറാകുമോ? ഇനി അതല്ലെങ്കിൽ ഒപ്പനയ്ക്ക് തട്ടം ഇടുന്നത് പോലെ എന്തുകൊണ്ടാണ് അവിടെ ഒരു തട്ടം വെറുതെ ഒന്ന് ഒരു രസത്തിന് വേണ്ടി ഇട്ടപ്പോൾ വിവാദമാക്കിയത്? ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ വരാൻ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ അടുത്ത കാലത്ത് ഉണ്ടായി വന്നിട്ടുള്ള സ്പർദ്ധകളാണ്. മനുഷ്യനോടുള്ള സ്നേഹം മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വളരെ വിശദമായി പറഞ്ഞിരുന്നത് സോഷ്യൽ മീഡിയയിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഈ പ്രശ്നം കണ്ടുവരുന്നത്. വലിയ വലിയ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിലാണ്. സോഷ്യൽ മീഡിയയിൽ തെറിവിളികളും വിമർശനങ്ങളും വീഡിയോകളും ഒക്കെ ഉണ്ട് അതിനകത്ത്. പക്ഷെ സമൂഹത്തിൽ ഇതൊന്നും കാണാനില്ല. സമൂഹത്തിൽ വളരെ കുറഞ്ഞ സന്ദർഭങ്ങളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. സമൂഹത്തിൽ ഈ അടുത്ത കാലത്ത് പ്രതിഫലിച്ചു വന്നതാണ് ചില മുസ്ലിം പെൺകുട്ടികൾ ക്ലാസിക്കൽ ഡാൻസസ് വേഷവിധാനത്തിൽ നിൽക്കുമ്പോൾ ചിലരുടെ കുരിപ്പ് പൊട്ടല്. അത് തട്ടത്തിന്റെ ഇതാണ്. തട്ടം ഒഴിവാക്കിയിട്ടാണ് ആ വേഷം. പക്ഷെ മഫ്ത ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ ഹിജാബ് ഇട്ടുകൊണ്ട് ഭരതനാട്യം കളിക്കാനൊന്നും പറ്റൂലല്ലോ. അതിൻ്റെതായ ഒരു വേഷമുണ്ട്. അതങ്ങനെയല്ലേ പറ്റൂ. നേരത്തെ ഒപ്പനേന്റെ കാര്യം തട്ടമിട്ട് കളിക്കണമെന്ന് പറയുന്നത് പോലെ ഞാനൊരു ഹിന്ദുവാണ് അതുകൊണ്ട് ഞാൻ കളിക്കുമ്പോൾ തട്ടം ഇടൂല എന്ന കുട്ടി പറയാൻ പറ്റുമോ? ഇല്ല. ആ കലാരൂപത്തിന്റെ അതാണ് വേഷം. അപ്പോൾ അത്തരത്തിൽ കലാരൂപങ്ങളെ കലാരൂപങ്ങളായും മനുഷ്യന്റെ വികാരവിചാരങ്ങളെ അങ്ങനെയായും അവരുടെ വിശ്വാസ ആചാരങ്ങളെ അങ്ങനെയായും കാണാൻ മനുഷ്യൻ ഇനി എന്ന് പഠിക്കും എന്നാണ് എന്റെ സംശയം. ഇതൊന്നും കുറെ കാലം മുമ്പ് ഒരു വിഷയമല്ലായിരുന്നു. ഇപ്പോൾ തെക്കൻ കേരളത്തിലോട്ട് പോയി നോക്കാം. തെക്കൻ കേരളത്തിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ തലയെക്കെട്ട് മുസ്ലിംകാർ കുറെ ഉണ്ട്. പള്ളിയിൽ പോകാത്ത സാധാരണ ആൾക്കാരുമുണ്ട്. അതുപോലെ മുസ്ലിം പെണ്ണുങ്ങൾ തട്ടവും അതുപോലെ മഫ്തയും ഹിജാബും അതുപോലെ നിഖാബും ഒക്കെ ധരിച്ചുകൊണ്ട് നടക്കുന്നവരുണ്ട്. ഇതൊന്നുമില്ല, വെറും സാരി എടുത്ത് തോളത്തോടെ ഷാളും ഇട്ടുകൊണ്ട് സാധാരണ ഒരു ഹിന്ദു വിഭാഗങ്ങൾ നടക്കുന്ന പോലെ നടക്കുന്നവരെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയൊന്നും ഇല്ലാത്ത കുരുപൊട്ടൽ മറ്റു പലയിടങ്ങളിൽ പൊട്ടി കാണുന്നുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഇതൊന്നുമല്ല ഇതിന്റെ പ്രശ്നം. നമ്മുടെയൊക്കെ മനസ്സിൽ എവിടേക്കോ ചില വിഷയങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. വിശ്വാസ ആചാരങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ളതല്ല. അത് ഓരോ വ്യക്തിയും, അത് ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും ആണായാലും പെണ്ണായാലും അവർക്ക് അവരുടെ ഓരോ വ്യക്തികളിൽ നിന്നും അനുവർത്തിച്ച് ഉണ്ടാക്കി കൊണ്ടുവരേണ്ടതാണ്. ഒരു സാമൂഹ്യമായ ജീവിതമാണ് നമ്മൾ നയിക്കുന്നത് എന്നത് ശരി. മതപരമായ ഒരു സാമൂഹ്യ ജീവിതം ഉണ്ട് എന്നതും ശരി. പക്ഷെ അതൊക്കെ ആചരിക്കണമോ അനുസരിക്കണമോ എന്നുള്ളത് ഓരോ വ്യക്തിക്ക് വിട്ടുകൊടുത്താൽ ഇതെല്ലാം തീരും. Different angles. Don't forget to subscribe and support this channel.